ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മഴതോറും മുൻപേടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ വൈജയന്തി ബാലേന്ദ്രനെ വിളിച്ച് പറയുന്നുണ്ട്, ഇന്നല്ലേ ശിവേട്ടൻ ഗൾഫിലേക്ക് പോകുന്ന ദിവസം, നമുക്ക് അവിടെ വരെ പോകണ്ടേ എന്ന് ചോദിക്കുകയാണ്. നീ മക്കളെയും കുട്ടി പൊക്കോ എന്ന് പറയുമ്പോൾ എനിക്കതിന് പറ്റില്ല, മക്കൾ അവിടെ നിൽക്കട്ടെ, അവർക്ക് നാളെ ക്ലാസ്സൊക്കെ ഉള്ളതല്ലേ, എന്തായാലും ഞാൻ പോകാൻ തീരുമാനിച്ചു, എൻ്റെ കൂടെ വരുന്നില്ലേ നിങ്ങൾ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഞാൻ വൈകിട്ടത്തേക്ക് എത്തിക്കോളാം, നീ പൊക്കോ എന്ന് ബാലേന്ദ്രൻ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ വൈജയന്തി ആ ബാങ്കിൽ നിന്ന് തന്നെ, ജോലി സ്ഥലത്ത് നിന്ന് തന്നെ പോവുകയാണ് തൻ്റെ വീട്ടിലേക്ക്. ഇതേ സമയത്ത് മുത്തശ്ശിയാണെങ്കിലും കാറിൻ്റെ ഹോൺ കേട്ടിട്ട് അലീനയോട് പറയുന്നുണ്ട്, അതെൻ്റെ മകളാ, ആ കാറിൻ്റെ ഹോൺ കേട്ടാൻ എനിക്കറിയാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീനയാണെങ്കിൽ തൻ്റെ പെറ്റമ്മയെ കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. വ്യക്തമായി മുഖം കാണുന്നില്ലെങ്കിലും പിന്നീട് വൈജയന്തി അകത്തേക്ക് വരുമ്പോൾ അവിടെയും ഓടി വന്ന് നോക്കുകയാണ് അലീന. അപ്പോഴും ശരിക്കൊന്നും കാണുന്നില്ല. അങ്ങനെ വൈജയന്തി അകത്തേക്ക് ചെല്ലുകയാണ്. കമലയെ എന്ത് എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ട് ഏട്ടനോട്. അപ്പോൾ ഏട്ടൻ പറയുന്നുണ്ട്, എനിക്ക് കൊണ്ടുപോകാൻ വേണ്ട സാധനങ്ങളൊക്കെ എന്തൊക്കെയോ വറക്കലോ പൊരിക്കലോ അച്ചാറിടലോ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നിങ്ങനെ മറുപടി പറയുകയാണ്. അപ്പോഴേക്കും കമല അവിടേക്ക് ഓടിയെത്തി. അപ്പോൾ കമലയോടായിട്ട് വൈജയന്തി ചോദിക്കുന്നുണ്ട്, അല്ല ഏട്ടത്തിയെ സഹായിക്കാൻ ഇവിടെ വേറെ ആരുമില്ലേ, അല്ല ഇവിടെ ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടെന്ന് പറയാനായിട്ടുള്ളൊരു വേലക്കാരി, അതിനെ കിട്ടിയില്ലേന്ന്, അതൊന്നും ചെയ്തു തരില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് കമല പറയുന്നുണ്ട്, അതിനെങ്ങനെയാ, ആ കുട്ടി ഒന്ന് അടുക്കളയിലേക്ക് വരുമ്പത്തിനും തുടങ്ങില്ലേ, അലീനെ മോളെ കുഞ്ഞെ എന്നൊക്കെ വിളിച്ചിട്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും അവിടേക്ക് ആ കുട്ടി അവിടേക്ക് പോവുകയും ചെയ്യും. അമ്മയുടെ പരിപാടി ഇതൊക്കെ എന്നിങ്ങനെ നമ്മുടെ വൈജയന്തി നമ്മുടെ കമല പറയുന്നുണ്ട് വൈജയന്തിയോട്. അങ്ങനെ ആ കുട്ടിയെ എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നുണ്ട്. എങ്ങനെയുണ്ട് കുട്ടി എന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടി കുഴപ്പമൊന്നുമില്ല, കണ്ടിടത്തോളം കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നേരെ അലീനയെ കാണാൻ വേണ്ടി വിളിപ്പിക്കുകയാണ്. അപ്പോൾ അലീന നല്ല സന്തോഷത്തോടു കൂടി അമ്മയെ കാണാലോ എന്നുള്ള ഒരു സന്തോഷത്തോടു കൂടി തന്നെ അവിടേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവിടേക്ക് എത്തുമ്പോൾ കാണുന്നത് നല്ല സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അലീനയെ അടിമുടി നോക്കുകയാണ് വൈജയന്തി. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇവളാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, നിന്റെ വീട് എവിടെയാ, നിന്റെ അച്ഛനും അമ്മയ്ക്ക് എവിടെയാ എന്നൊക്കെ ഇങ്ങനെ ഉള്ള ഓരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ നമ്മുടെ അലീന ആകെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും കമലയായിരിക്കും അതിന് മറുപടി, അവൾക്ക് അതിന് വീടൊന്നും ഇല്ലല്ലോ, അവളൊരു ഓർഫനേജിലല്ലേ താമസിച്ചത്, അവനൊരു ഓർഫനാണ്, അച്ഛനും അമ്മയും ആരാന്ന് പോലും അവൾക്ക് അറിയില്ലെന്നാണ് മനു പറഞ്ഞത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അത് ശരി, ഇങ്ങനെ ഒരു പെൺകുട്ടിയെയാണോ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്, എന്താ വേറെ ആരെയും കിട്ടാനില്ലാഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്തത്, അച്ഛൻ്റെ ഒരു കാര്യങ്ങളെ എന്നൊക്കെ പറഞ്ഞിട്ട് വൈജയന്തി ഒരുപാട് കുറ്റപ്പെടുത്തുകയാണ് അലീനയെ. അലീനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ അലീന കരഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ മുറിയിലേക്ക് ഓടിപ്പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്തിനാ നിന്നെ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് എന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെ മകൾക്ക് എന്നെ കാണാനാണ് എന്ന് പറയുന്നു. അപ്പോൾ കണ്ടിട്ട് എന്നിട്ട് എന്താ പറഞ്ഞത്, മുത്തശ്ശിയുടെ മകൾക്ക് എന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നുണ്ട്. അവൾ അങ്ങനെ പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇതേ സമയത്ത് ശിവേട്ടൻ വൈജയന്തിയോട് പറയുന്നുണ്ട്, ആ കുട്ടിയോട് അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു, അതൊരു പാവം കുട്ടിയാണ്, നല്ല അടക്കം ഒതുക്കമുള്ള ഒരു കുട്ടിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയാണ്, ഇങ്ങനെയുള്ളവരൊക്കെ ഇങ്ങനെ തന്നെ പെരുമാറണം, അല്ലെങ്കിൽ നാളെ തലയിൽ കയറി കൊത്തും, അതൊക്കെ സ്വഭാവം എപ്പോഴാ മാറാന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് കമലയും പറയുന്നുണ്ട്. അങ്ങനെ അമ്മയുടെ അരികിലേക്ക് വൈജയന്തി വരികയാണ്. അങ്ങനെ അമ്മ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് നീ ആ കുട്ടിയെ കരയിപ്പിച്ചത്, ഇപ്പോൾ നീ ഈ റൂമൊക്കെ ഒന്ന് നോക്കി, എന്തൊരു വൃത്തിയിലും വെടുപ്പിലൊക്കെയാണ് കിടക്കുന്നത്, നീ ഇതിനു മുൻപ് വരുമ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നോ, നീ എന്തിനാ ആ കുട്ടീനെ ഇങ്ങനെ വിഷമിപ്പിക്കണേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴും, അമ്മേ ഞാൻ കരുതിക്കൂട്ടി പറഞ്ഞതൊന്നല്ല, അവളുടെ അച്ഛനും അമ്മയും ആരാന്ന് പോലും അവൾക്കറിയില്ല, അങ്ങനെ അച്ഛനും അമ്മയും അറിയില്ല എന്ന് പറയുമ്പോൾ അവള് ഒരു നല്ലൊരു കുടുംബത്തിലായിരിക്കില്ല ജനിച്ചത്, അങ്ങനെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച കുട്ടിയെ ഇങ്ങനെ ഉപേക്ഷിക്കില്ലല്ലോ, അപ്പം അതുകൊണ്ട് തന്നെ അവളൊരു പൊട്ട കുടുംബത്തിലാണ് ജനിച്ചത്, അതുകൊണ്ടാണ് അവൾക്ക് അച്ഛനും അമ്മയും അറിയാൻ പറ്റാത്തത് എന്നിങ്ങനെ പറയുന്ന സമയത്ത് അലീന പൊട്ടിക്കരയുകയാണ് അവിടെ നിന്നിട്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ആരാണ് തെറ്റ് ചെയ്തത്, ആരാണ് പിഴച്ചവള്, ഞാനാണോ
അല്ലെങ്കിൽ എന്നെ അവിടെ ഓർഫനേജിൽ കൊണ്ടുവന്നാക്കിയ എൻ്റെ പെറ്റമ്മയാണോ അവരാണോ പിഴച്ചത് എന്നിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തും വൈജയന്തി ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്, അവളുടെ ആ കരച്ചിലും അവളുടെ പെട്ടെന്നുള്ള ഒരു സംസാരമൊക്കെ കേട്ടിട്ട്. അങ്ങനെ വൈജയന്തി പറയാണ്, എന്തായാലും അമ്മയെ നോക്കാൻ നിന്നെ ഞാൻ കൊണ്ടുപോകും, അത് ഉറപ്പാണ്. പക്ഷേ ഞാൻ നോക്കും നിന്റെ പ്രവൃത്തി നടപ്പും കാര്യങ്ങളും. കുറച്ച് ദിവസം നോക്കിയിട്ട് എനിക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും വെച്ച് കൊണ്ടുവന്നാക്കും, പൊക്കോളം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അതെ, നീ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, നീ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഇങ്ങനെ കരയാൻ നിന്ന് കഴിഞ്ഞാലേ നിനക്കതിനാ നേരം കാണുള്ളൂ കേട്ടോ. പെൺകുട്ടികളായാലേ ഇങ്ങനെ തൊട്ടതിനും പിടിച്ചതിനൊന്നും കരയണ്ട. ഞാൻ എൻ്റെ പെൺമക്കളോടും എങ്ങനെയാണ് പെരുമാറുന്നത് അതുപോലെയാണ് നിന്നോട് പെരുമാറിയത്. തന്നെയല്ല, ഇനിയിപ്പോൾ എൻ്റെ പെൺമക്കളോട് പെരുമാറിനേക്കാളും താന്നിട്ട് നിന്നോട് പെരുമാറണോ? അതിനൊന്നും ഈ വൈജയന്തിയെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ അമ്മൂമ്മയെയും വൈജയന്തിയുടെ അമ്മയെയും അലീനയെയും അവളുടെ വീട്ടിലേക്ക് തന്നെ, അതായത് വൈജയന്തിയുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുപോകും. അതൊരു വലിയൊരു ആശ്വാസമാകുന്നുണ്ട് അലീനയ്ക്ക്. അങ്ങനെ ഒരു ഭാഗമൊക്കെയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.